എല്ലാവർക്കും മിസ്റ്റിക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പിക്ക് എ പൈൽ റീഡിംഗ് ആണ്. ഓക്കെ, ദിസ് ഇസ് പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 ആൻഡ് പൈൽ നമ്പർ 3. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ വിൽ ബി യുവർ ഫ്യൂച്ചർ സ്പൗസ്, എസ്പെഷ്യലി ഫോർ സിംഗിൾസ്. നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയാം. So again I am repeating, this is pile number 1, this is pile number 2 and this is pile number 3. And നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സിലേക്ക് ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈല് സെലക്ട് ചെയ്താൽ ഓക്കെ, വളരെ റിലാക്സ് ആയിട്ട് ആലോചിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു പൈല് സെലക്ട് ചെയ്യുക. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് ബിഗിൻ. സോ ഹലോ പൈൽ നമ്പർ 1. സോ നിങ്ങളുടെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് ടൈമിംഗ്, ഓസ്പീഷ്യസ്, ക്ലോക്ക് വൈസ്, പ്ലാനിങ്, പേഷ്യൻസ്. സോ ഇതിൽ നിന്ന് ആദ്യമേ ഒരു കാര്യം പറയട്ടെ, വളരെയധികം പേഷ്യൻസ് ഉള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. ആൻഡ് ഓൾസോ ഒരു കാര്യത്തിലും ഹി നെവർ ഗീവ്സ് അപ്പ്. ഓക്കെ, പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ല. ഓൾ റൈറ്റ്, സോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസ്. പൈൽ നമ്പർ 1, 2 ഓഫ് കപ്സ്, ഗ്രേറ്റ്. Six of Pentacles, all right. The Moon, okay. Queen of Cups, all right. Seven of Cups, okay. And 6 of Wands, great. All right. സോ നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു, ഫ്യൂച്ചർ സ്പൗസ് ഉറപ്പായിട്ടും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും പാർട്ട്ണറിനെ ഈക്വലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, ഇക്വാലിറ്റിയെ പറ്റിയിട്ട് നല്ല ബോധ്യമുള്ള ഒരാളാണ്. ഓക്കെ, എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അയാളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്, എനിക്ക് അതിൽ റെസ്പോൺസിബിൾ അല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓൾ റൈറ്റ്, ദാറ്റ് ഈസ് ഫോർ ഷുവർ. ആൻഡ് 6 ഓഫ് പെന്റക്കിൾസ് ക്ലിയർലി ഷോസ് ദാറ്റ് വളരെയധികം എന്താ പറയുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ചാരിറ്റബിൾ ആയിട്ടുള്ള ട്രസ്റ്റുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരാളായിരിക്കും. ഓക്കെ, ഒരു രീതിയിലും എപ്പോഴും എന്താ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വലിയ രീതിയിൽ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ തന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഹെൽപ്പിംഗ് മെന്റാലിറ്റി നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. ഓൾ റൈറ്റ്. ആൻഡ് ദ മൂൺ ക്ലിയർലി ഷോസ് ദാറ്റ് ഹി ഈസ് വെരി ഇമോഷണൽ, ഹി ഓർ ഷീ. ഓക്കെ, നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, വളരെ സെൻസിറ്റീവും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓൾ റൈറ്റ്. ആൻഡ് ക്വീൻ ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, 6 ഓഫ് വാൻസ്. എന്തൊക്കെ രീതിയിൽ ഇമോഷണൽ മൂഡ് സ്വിങ്സ് നല്ല രീതിയിൽ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ദാറ്റ് ഈസ് ഫോർ ഷുവർ. അത് മാത്രമല്ല 7 ഓഫ് കപ്സ് ക്ലിയർലി ഷോസ് ദാറ്റ് ഇച്ചിരി കൺഫ്യൂഷൻ ഉള്ളൊരു വ്യക്തിയാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും. ഓക്കെ, വളരെ അധികം കെയറിങ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. ഓക്കെ, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ നോക്കിയതുപോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന്, അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, വളരെയധികം നിങ്ങളെ കെയർ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് 6 ഓഫ് വാൻസ്, ഹി ഈസ് വെരി കരിയർ ഓറിയന്റഡ്. ഓക്കെ, വളരെ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ലൈഫിൽ മുന്നോട്ട് പോകണം, മുന്നോട്ട് ചിന്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ദാറ്റ് ഈസ് ദെയർ. മറ്റുള്ളവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെ നല്ല ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്.
അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതെല്ലാം ഈ പറയുന്ന ആള്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്തുനിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, 2 ഓഫ് കപ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയും നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ റെഡിയാണ്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ഇമോഷണൽ സപ്പോർട്ട്, ഓക്കെ, ഇമോഷണൽ സപ്പോർട്ട് ആ പേഴ്സൺ വളരെയധികം എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് അസ്ട്രോ ഡെക്കിൽ നിന്ന് കൂടെ നമുക്ക് എക്സ്ട്രാ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു. ഫയൽ നമ്പർ 1, സാറ്റേൺ. ഓൾ റൈറ്റ്. Virgo. Okay. Conjunction, alliance. All right. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ, വെർഗോ സൈൻ ക്ലിയർലി ഷോസ് ദാറ്റ് ഹി ഈസ് വെരി സർവീസ് ഓറിയന്റഡ് പേഴ്സൺ. ഓക്കെ, വളരെയധികം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പലതരത്തിൽ തന്നാൽ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഓൾവേസ് റെഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആൻഡ് മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട് ആ പേഴ്സൺ. ഓർ ലൈക്ക് സോഷ്യൽ വർക്ക്, MSW ഉണ്ടല്ലോ, സോഷ്യൽ വർക്ക്, ഇല്ലെങ്കിൽ അനിമൽസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതകളുണ്ട് ഓൾറെഡി. ഓക്കെ, ആൻഡ് സാറ്റേൺ ക്ലിയർലി ഷോസ് ദാറ്റ് കുറച്ച് നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ലൈഫിൽ ഏതെങ്കിലും ആവട്ടെ അങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കളയുന്ന ഒരു പേഴ്സൺ അല്ല. ആൻഡ് വെരി ഹാർഡ് വർക്കിംഗ്. സാറ്റേണെ പറ്റി നമുക്കറിയാം, ശനിയെ പറ്റി നമുക്കറിയാം. എത്രയൊക്കെ തളർന്നു പോയിരുന്നാലും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, വളരെ ഡിസിപ്ലിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ ക്ലിയർ ഒരു വിഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ്. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ആൻഡ് പ്ലസ് ഇമോഷണൽ ആണ്, അത് മറക്കാൻ പാടില്ല. ആൻഡ് കൂടെ നിന്ന് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്ന് ടീം വർക്കായിട്ട് തനിയെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ മിടുക്കിയാവാം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. മറ്റുള്ളവരുമായിട്ട് ഗ്രൂപ്പായിട്ട് സഹകരിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, സോ ഫയൽ നമ്പർ 1 നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഡീറ്റെയിൽസ്. ഇമോഷണൽ ആണ്, റൊമാൻറ്റിക് ആണ്, വളരെ നല്ല ഡിസിപ്ലിൻ ഉള്ള പേഴ്സൺ ആയിരിക്കും, വളരെ നല്ല സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ടീം വർക്കിനൊക്കെ ഓൾവേസ് റെഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, മറ്റുള്ളവർക്ക് എന്ത് തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യാനും ഓൾവേസ് റെഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നല്ലൊരു ഹ്യൂമാനിറ്റേറിയൻ ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല കേട്ടോ ഈ വ്യക്തി. ആൻഡ് കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണ്. ആൻഡ് നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് ആ വ്യക്തി ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഫയൽ നമ്പർ 1. നിങ്ങൾക്കിത് എങ്ങനെ റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ. സോ ഹലോ, ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസ്, ഭാവി വരൻ അല്ലെങ്കിൽ വധു എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയുള്ള ആളാണെന്ന്. സോ ഹാനിയൽ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഏഞ്ചൽ ഹാനിയൽ, സിൽവർ, ഗോഡസ്, സൈക്കിക്, സേക്രഡ്, പ്രൗഡ്. ഓൾ റൈറ്റ്. സോ ആദ്യം തന്നെ ക്ലിയർ ആയിട്ടൊരു കാര്യം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെയധികം സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അവരുടെ മതവിശ്വാസങ്ങളിൽ വളരെയധികം വിശ്വാസമുള്ള വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഇല്ലെങ്കിൽ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനും സാധ്യതയുണ്ട്. നല്ല രീതിയിൽ മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്യുന്ന നല്ലൊരു സ്പിരിച്വൽ ആവാനുള്ള നല്ലൊരു സാധ്യത ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയാണ്. ആൻഡ് നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏസ് ഓഫ് വാൻസ്, ഗ്രേറ്റ്. ദ മൂൺ, Two of Cups, Six of Swords, Judgment. All right. Three of Wands. Okay.
സോ നിങ്ങൾക്ക് കാർഡ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. സോ ഫ്രം കാർഡ്സ് എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ പേഴ്സൺ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, വളരെയധികം റൊമാൻറ്റിക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഐ തിങ്ക് പൈൽ നമ്പർ 1-ഉം സെയിം കൈൻഡ് ഓഫ് ട്രേറ്റ്സ് ഉള്ള ഒരു പേഴ്സണെ പറ്റി പറയുന്നുണ്ട്, വ്യക്തിയെ പറ്റി പറയുന്നുണ്ട് അവിടെയും. സോ ഹിയർ ഓൾസോ ഇറ്റ് ഷോസ് ലൈക്ക് നിങ്ങൾ വളരെ, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ളതും വളരെ എന്താ പറയുന്ന ലഭിക്കുന്ന പാർട്ട്ണറിന് ഈക്വലി അയാളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ആൻഡ് വെരി ഇമോഷണൽ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടെ ആയിരിക്കും. ആൻഡ് ഓൾറെഡി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പേഴ്സൺ വളരെ റിലീജിയസ് ആണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആണ്. ഓക്കെ, ദൈവത്തിൽ വളരെ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യത്തിനും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഫൈനലി ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ആൻഡ് 6 of Swords, okay, and Ace of Wands clearly shows that പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരു പേഴ്സൺ കൂടെയാണ്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട് ഈ പേഴ്സണ്, ദാറ്റ് ഈസ് ദെയർ. പക്ഷെ എന്ത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ദൈവം എന്നെ സംരക്ഷിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമുള്ള ഒരു പേഴ്സൺ ആണ്. പ്രശ്നങ്ങളിൽ തളരും, ദാറ്റ് ഈസ് ദെയർ. പേഴ്സണൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് പ്രശ്നങ്ങളിൽ തളരുന്ന വ്യക്തി തന്നെയാണ്, മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന വ്യക്തി തന്നെയാണ്, പെട്ടെന്ന് വിഷമവും കരച്ചിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു പേഴ്സൺ തന്നെയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് കാര്യത്തിലും വളരെയധികം ദൈവവിശ്വാസമുള്ള ഒരാളാണ്. ഓക്കെ, ആൻഡ് നല്ല രീതിയിൽ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നല്ല രീതിയിൽ ഒരു പ്ലാനിങ് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. ബട്ട് സ്റ്റിൽ എനിക്ക് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള ഒരു ചിന്തയുള്ള ഒരാളായിരിക്കും. ആൻഡ് ഒരു മെസ്സേജ് കൂടെ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു നിങ്ങളുടെ ഹോം ടൗണിൽ, ആ വ്യക്തിയുടെ ഹോം ടൗണിൽ നിന്ന് ദൂരെ പോയി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അത് അബ്രോഡ് ആവാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഹോം ടൗണിൽ നിന്ന് ഇച്ചിരി ദൂരെ മാറിപ്പോയി വർക്ക് ചെയ്യുന്ന ഒരാളാവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, സോ അത് മാത്രമല്ല ട്രാവലിംഗ് ഒക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, കരിയർ റിലേറ്റ് ചെയ്ത് കുറച്ചൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ കൂടെയാണ്. ആൻഡ് ഒരു കാര്യം കൂടെ അടുത്ത് പറയട്ടെ, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ദാറ്റ് ഈസ് ഫോർ ഷുവർ. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കഴിവുള്ള പേഴ്സൺ ആയിരിക്കും. അതൊരു പാഷനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ലൈക്ക് സിംഗിങ്, ഡാൻസിങ്, റൈറ്റിംഗ്. ഓക്കെ, നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഓക്കെ, സോ നമുക്കിനി ആസ്ട്രോ ഡെക്ക് നോക്കാം. അതിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത് നോക്കാം. ഫോർ പൈൽ നമ്പർ 2. For pile number 2, solar calm, clarify. Okay, മൂൺ. നമുക്ക് ഓൾറെഡി മറ്റേ ഡെക്കിൽ നിന്ന്, റൈഡർ വൈറ്റ് ഡെക്കിൽ നിന്ന് മൂൺ കാർഡ് കിട്ടിയായിരുന്നു. ആൻഡ് ഫോർ പൈൽ നമ്പർ 2, heal. Okay, all right. Okay, listen. ഓൾറെഡി ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അസ്ട്രോ ഡെക്കിൽ നിന്നും വീണ്ടും കിട്ടുന്നത്. ദ മൂൺ കാർഡ് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും റിപ്പീറ്റ് ആണ്. സോ ഈ പേഴ്സൺ വളരെയധികം ഇമോഷണലും സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. വളരെയധികം കെയറിംഗ് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, കുക്കിംഗ് ഒക്കെ ഇച്ചിരി ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ള ഒരു പേഴ്സൺ കൂടെയാണ്. അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ വളരെയധികം ഒരു താല്പര്യത്തോടെ ചെയ്യുന്ന ഒരു വ്യക്തിയാവാനാണ് സാധ്യത കൂടുതൽ. സോ അതിപ്പോൾ ഭാവി വരനാവട്ടെ വധുവാവട്ടെ, കുക്കിങ്ങിൻ്റെ കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് ഹീലിംഗ്, അയാൾക്ക് ഒരു നല്ലൊരു എന്താ പറയുക, ആ വ്യക്തിയുടെ അടുത്ത് ഒരു പേഴ്സൺ സംസാരിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഒരു പോസിറ്റീവ് ഓറ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അയാൾക്ക് നല്ലൊരു ഹീലിംഗ് കപ്പാസിറ്റി ബൈ ബർത്ത് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഓൾ റൈറ്റ്, ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വ്യക്തികളില്ലേ, ചിലരുടെ അടുത്ത് പോകുമ്പോൾ തന്നെ അവരുടെ 2 വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കത്തില്ലേ, അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആൻഡ് സോളാർ കാം, ക്ലാരിഫൈ. എന്ത് കാര്യത്തിലും ചെറിയ രീതിയിലൊക്കെ എടുത്തുചാട്ടങ്ങൾ ഉണ്ടെങ്കിലും
എപ്പോഴും എന്താ പറയുന്ന തന്റെ പാർട്ട് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. താൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ് എന്ന് വ്യക്തമായിട്ട് എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്ന, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓൾ റൈറ്റ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇസ് വെരി റൊമാൻറ്റിക്, സെൻസിറ്റീവ്, ഇമോഷണൽ ആണ്, ദൈവവിശ്വാസം വളരെയധികം ഉള്ള ഒരു ആളായിരിക്കും, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ആർട്ടിസ്റ്റിക് ടാലൻസ് ഉള്ള ഒരാളാണ്. ഓക്കെ, തന്റെ പോയിന്റ് എന്താണ് എന്നുള്ളത് വളരെയധികം എപ്പോഴും ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടി വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഹോം ടൗണിൽ നിന്ന് ദൂരെ പോയി വർക്ക് ചെയ്യേണ്ടി വരികയോ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടെ ആയിരിക്കും. ഓക്കെ, അതിനുവേണ്ടി കരിയർ റിലേറ്റഡ് ട്രാവൽസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഒരു പോസിറ്റീവ്, ഒരു ഹീലിംഗ്, ഒരു പോസിറ്റീവ് ഓറ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഓൾ റൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ പൈൽ നമ്പർ 2. നിങ്ങൾക്കിത് എങ്ങനെ റെസണേറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ബൈ. ഹലോ പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. അബൌട്ട് ദ ഫ്യൂച്ചർ സ്പൗസ്. പോയിന്റ് ഓഫ് വ്യൂ: ഗ്രാറ്റിറ്റ്യൂഡ്, അസിസ്റ്റൻസ്, ഗൈഡൻസ്, അണ്ടർസ്റ്റാൻഡിങ്. സോ ഈ കാർഡിൽ തന്നെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വ്യക്തമാണ്. ഓക്കെ, വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, വളരെയധികം എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗൈഡൻസ് തരാൻ പറ്റിയ ഒരു പേഴ്സൺ കൂടെയാണ്. ഓൾ റൈറ്റ്. വളരെയധികം പോസിറ്റീവ് തിങ്കിങ് ആയിട്ടും നിങ്ങളെ വളരെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ കൂടെയാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന ഒരു പേഴ്സൺ കൂടെ ആയിരിക്കും. ഓക്കെ, ഇനി റൈഡർ വൈറ്റ് ഡെക്കിൽ നിന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്താണ് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 3. 7 of Swords. Okay. Page of Pentacles. Page of Wands. Ten of Swords. Five of Wands. The Tower. All right. Okay. Okay. Listen. ഈ വ്യക്തി ഒരു കാര്യം എടുത്തു പറയട്ടെ. ഈ വ്യക്തി ലൈഫിൽ ഒരുപാട് രീതിയിലുള്ള സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾസ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് ദെയർ. ബട്ട് സ്റ്റിൽ അവർ വിശ്വസിച്ചിരുന്നവരുടെ അടുത്ത് നിന്ന് നല്ല രീതിയിൽ ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കാൻ ഈ വ്യക്തി കുറച്ച് പാടാണ്. ഓക്കെ, പെട്ടെന്ന് ഒരു വ്യക്തിയെ ഇവർ പെട്ടെന്ന് വിശ്വസിക്കത്തില്ല. വളരെ നല്ല രീതിയിൽ ബാക്ക് സ്റ്റാബിങ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ലൈഫിൽ. അതും താൻ ഒരുപാട് വിശ്വസിച്ച് സ്നേഹിച്ച വ്യക്തികളുടെ അടുത്തുനിന്ന്. ഓക്കെ, ആൻഡ് അതർ വൺ തിങ്, വളരെയധികം കരിയർ ഓറിയന്റഡ് ആണ് ആ പേഴ്സൺ. അത് മാത്രമല്ല, നല്ല രീതിയിൽ പൈസ സമ്പാദിക്കണം, എടുക്കണം, മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പേഴ്സൺ തന്നെയാണ്. പക്ഷേ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിലായിരിക്കാം അയാൾ വർക്ക് ചെയ്യുന്നത്. നല്ല കോമ്പറ്റീഷൻ ഉണ്ട് അയാൾക്ക്. അതിലിപ്പോൾ എന്ത് പറയാനാണ്, നമുക്ക് ഏത് ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇയാളുടെ സ്ട്രഗിൾസ് ഉണ്ടല്ലോ, ഇച്ചിരി കൂടുതലാണ്. എന്ത് കാര്യം ചെയ്യാൻ പോയിരുന്നാലും ഒരുപാട് എനിമീസ് അയാൾക്ക് പെട്ടെന്നുണ്ടാവും. പെട്ടെന്ന് എന്താ പറയാ, പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഞാൻ വെറുതെ പറഞ്ഞാണ്, പാപിയാണ് ഈ വ്യക്തി, അങ്ങനെയൊന്നും അല്ല ഞാൻ മീൻ ചെയ്യുന്നത്. അയാൾ ഒരുപാട് തരത്തിൽ എന്താ പറയാ, താൻ വിശ്വസിച്ചവരുടെ അടുത്തു നിന്നും സ്നേഹിച്ചവരുടെ അടുത്തു നിന്നും അത്രയ്ക്കും സ്ട്രഗിൾസ് ഫേസ് ചെയ്ത്, ബാക്ക് സ്റ്റാബിങ് ഫേസ് ചെയ്ത് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ദാറ്റ് ഈസ് ദെയർ. അയാളുടെ കരിയറിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈയും കാലിട്ട് അടിക്കുന്ന ഒരു പേഴ്സൺ ആണ്. പിന്നെ ദേഷ്യ സ്വഭാവം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, എന്തും എടുത്ത് ചാടി പ്രവർന്ന ഒരു പേഴ്സൺ കൂടെയാണ്. കുറച്ച് ആർഗ്യുമെന്റ് ടൈപ്പ് ഉള്ള ഒരാളാണ്. ഓക്കെ, ഇച്ചിരി ദേഷ്യവും വാശിയും ഉള്ളിലുള്ള ഒരാളാണ്. എന്താ എന്നെ കൊണ്ട് പറ്റാത്ത, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാത്ത എന്ന്
ജീവിതാനുഭവങ്ങളാണല്ലോ എല്ലാവരെയും അങ്ങനെ ആക്കുന്നത്. അയാളെ തെറ്റു പറയാൻ നമുക്ക് സാധിക്കത്തില്ലല്ലോ. അത്രയ്ക്ക് അയാൾ അനുഭവിച്ചിട്ടുണ്ട്. സോ അയാൾ പെട്ടെന്ന് ഒരാളെ വിശ്വസിച്ച് എടുത്ത് വരൂ, നമ്മുടെ കൂടെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയല്ല. എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു പേഴ്സണാണ്. തന്റെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുന്ന പേഴ്സന്റെ എന്താ പറയാ, അയാൾക്ക് എങ്ങനെ അത് ഹേർട്ട് ആവുമോ ഇല്ലയോ അങ്ങനെയൊക്കെ ചിന്തിച്ച് പറയുന്ന ഒരാളായിരിക്കത്തില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പെട്ടെന്ന് ചില കാര്യങ്ങൾ എടുത്തു ചാടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പക്ഷെ നല്ല കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ ദാറ്റ്സ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ ലൈഫ്, ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന ഒരാളൊന്നും അല്ല. അവിടെ ഇരുന്നു കൊണ്ട് മുന്നോട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരാളാണ്. അണ്ടർസ്റ്റാൻഡിങ് ആണ്, ആ പേഴ്സൺ അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷെ എന്താ പറയാ, ദേഷ്യവും വാശിയും എല്ലാം കൂടുതലാണ്. കാരണം അദ്ദേഹത്തിന് ഉണ്ടായ ജീവിതാനുഭവങ്ങൾ അങ്ങനെയാണ്. ഓൾറൈറ്റ്. അത് മാത്രമല്ല, പെട്ടെന്ന് എന്താ പറയാ, വരുന്നൊരു വ്യക്തിക്ക് ഒരുപാട് മറ്റുള്ളവരെ അങ്ങോട്ട് പോയി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ, അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഗൈഡൻസും സപ്പോർട്ടും എല്ലാം ലഭിക്കും ഒരു പാർട്ട്ണറിന്. പക്ഷെ സേവിങ്സ് ഒരുപാട് വേണം എന്നുകൂടെ ചിന്തിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഒരു സേഫ് സൈഡ് എപ്പോഴും നോക്കും. കാരണം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ്. ഓൾറൈറ്റ്. നമ്മൾക്കിനി നമ്മുടെ അസ്ട്രോ ഡെക്കിൽ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് വരുന്നത് നോക്കാം. ഫയൽ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ഓക്കെ, അക്വേറിയസ്. ഓൾറൈറ്റ്. ഇലവൻത് ഹൗസ് അഗൈൻ. ഓക്കെ, ആൻഡ് വെർഗോ. ഓൾറൈറ്റ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഈ കാർഡിൽ എടുത്തറിയാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവുന്ന സന്ദർഭത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അത് മാത്രമല്ല, ടീം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തി തന്നെയാണ്. മറ്റുള്ളവരുമായിട്ട് കൊളാബ് ചെയ്ത് ടീം വർക്ക് ചെയ്യാനൊക്കെ വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഏർണിങ്സ്, അതായത് നല്ല രീതിയിൽ സേവിങ്സ് വേണം ലൈഫിൽ എന്ന് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം അത്രയ്ക്ക് അയാളുടെ ചൈൽഡ്ഹുഡിലോ എന്താ പറയുക ടീനേജിലെല്ലാം അയാൾ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർ അനുഭവിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എൻ്റെ പാർട്ണർ എപ്പോഴും സേഫ് ആയിരിക്കണം, എല്ലാ അർത്ഥത്തിലും അയാൾ സേഫ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇമോഷണൽ സപ്പോർട്ട് തരുന്ന ഒരാളാണ്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഇമോഷണൽ സപ്പോർട്ട് തരുന്ന ഒരാളാണ്. പക്ഷെ ലൈഫിൽ ഒരുപാട് ബാധ്യതകൾ, കടങ്ങൾ, കഷ്ടതകൾ എന്താ പറയുക അതൊക്കെ അനുഭവിച്ച ഒരു പേഴ്സൺ കൂടെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഗൈഡ് ചെയ്യും. അസ് എന്താ പറയുക, ഒരു മെന്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ലൈഫിൽ പൈസയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരിക്കലും നമ്മൾ പൈസ വിട്ട് കളിക്കരുത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടെയാണ്. ഓൾറെഡി പറഞ്ഞല്ലോ, എടുത്തുചാട്ടം ഇച്ചിരി കൂടുതലുള്ള ഒരു പേഴ്സൺ ആണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മളെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. നമ്മൾ ജനിക്കുമ്പോഴേ എന്താ പറയുക നല്ലവനായിട്ടോ ജനിക്കുമ്പോഴേ ദുഷ്ടനായിട്ടോ ഒന്നുമല്ല. ഈ വ്യക്തി ഒരിക്കലും ഒരു ദുഷ്ടനല്ല കേട്ടോ, ഒരിക്കലും അല്ല. ഒരിക്കലും ഒരു ദുഷ്ടനോ നീചനോ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു. വളരെയധികം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സൺ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ ആക്കിയതാണ്. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എൻ്റെ പാർട്ട്ണർ, എൻ്റെ മക്കൾ, എൻ്റെ ഫ്യൂച്ചർ എന്താ പറയുന്ന ജനറേഷൻ അനുഭവിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ലേ അല്ലേ? നമുക്ക് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ്, പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഓൾറൈറ്റ്. ഫ്യൂച്ചറിനെ കുറിച്ച് അത്രയധികം എന്താ പറയുക തളർന്നു പോയിട്ടുണ്ട് ആ വ്യക്തി, മുന്നേ തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഉറച്ച മനസ്സോട് മുന്നോട്ട് കയറിയതാണ്. ഓക്കെ, അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടുന്നത് സത്യത്തിൽ ഭാഗ്യമല്ലേ? ആരും 100% പെർഫെക്റ്റ് അല്ലല്ലോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ പൈൽ നമ്പർ 3. നിങ്ങളുമായിട്ട് ഇത് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നത് കമൻസിൽ രേഖപ്പെടുത്തുക. ഓൾറൈറ്റ്. ആൻഡ് എഗെയിൻ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യാം, ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യത്തില്ല. നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക. എനിക്ക് ലഭിക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ റെഡി ആയിക്കോണം, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും എന്നൊക്കെ ചിന്തിച്ച് ഇപ്പോഴേ തല പോഞ്ഞ് ഇരിക്കരുത് ദയവേത്.
ഓക്കെ, വളരെ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല ഇത്, എടുത്തു പറയട്ടെ. ഓക്കെ, സോ സി യു സൂൺ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ബൈ.